ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾക്ക് സുഖം തന്നെയാണ് കേട്ടോ. ആദ്യം തന്നെ പാക്കേജൊക്കെ കാണിക്കണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കടയിൽ പോയി വന്നതാണ് കേട്ടോ. കടയിൽ പോയി വന്നത് എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ നോക്കി നോക്കുമ്പോൾ ഉപ്പുണ്ടാകുന്നില്ല. ഉപ്പില്ലാതെ ഒരു പരിപാടി നടക്കില്ലല്ലോ. പിന്നെ വേറെ ആരും പോയി മേടിക്കാനൊന്നുമില്ല, ഞാൻ തന്നെ പോകണം. അപ്പം ഞാനതൊക്കെ പോയി മേടിച്ചു കേട്ടോ. പോയി വന്നതിന് അതിന് ശേഷമാണ് പിന്നെ കുക്കിങ്ങും പരിപാടിയൊക്കെ നോക്കിയേക്കണത്. അപ്പോൾ തക്കാളി കറിയാണ് കേട്ടോ. ചപ്പാത്തി ഞാൻ മേടിച്ചു പാക്കറ്റ്. ഇനിയിപ്പോൾ കടയിൽ പോയി വന്ന് പിന്നെ വെച്ചുണ്ടാക്കാനൊന്നും നേരമില്ല. അപ്പോൾ ഞാനിത് കേട്ടി ഞാൻ മാവ് കുഴച്ച് വെച്ചതായിരുന്നു. പിന്നെ അത് ഉണ്ടാക്കാൻ നിൽക്കാനും വയ്യാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഉണ്ടാക്കാൻ നിൽക്കാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് ഞാനെന്ത് കാട്ടി വേഗം തക്കാളി കറി ഉണ്ടാക്കി. ചപ്പാത്തി ഒരു പാക്കറ്റ് മേടിച്ച് അത് ആണ് കേട്ടോ ഇന്ന് നമുക്ക് ചായക്ക് കടി. പിന്നെ അതിന് ശേഷം വേറെ എന്തൊക്കെ പരിപാടി എന്നുള്ളത് വീഡിയോയിൽ കണ്ടോട്ടെ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നമ്മൾ ഈ കർമ്മ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് ഉള്ള സംഭവം തന്നെയാണ് കേട്ടോ. നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മളെ ഒരാൾ കാരണം കൂടാതെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും അവരത് ചിലപ്പം എന്നെ വേദനിപ്പിച്ച അല്ലെങ്കിൽ എനിക്ക് വേദനയാവാൻ ഇടയാക്കിയ കാര്യങ്ങളിലൂടെ ആയിരിക്കണം എന്നില്ല കേട്ടോ. അവർക്കും വേദന ഉണ്ടായിക്കോ. അപ്പോൾ അവർ വിചാരിക്കും അവർക്കുണ്ടായത് എനിക്കുണ്ടായില്ലല്ലോ. അങ്ങനെയല്ല. പക്ഷേ അതിൻ്റെ ചിലപ്പോൾ നേരെ ഇരട്ടിയായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ വേറെ രീതിയിലായിരിക്കും ആ വേദന എന്ത് കാരണത്താലായാലും അത് ഏത് രീതിയിലായാലും അത് വേദന തന്നെയാണ് കേട്ടോ. നമ്മളെ പുറമെന്ന ആൾക്കാർ കണ്ടാൽ വിചാരിക്കും വലിയ സുഖത്തിലാണ്, വലിയ സന്തോഷത്തിലാണ്, അവൾക്ക് അഹങ്കാരമാണ്, എനിക്ക് വണ്ടി അല്ലെങ്കിൽ വേറെയുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ട്, ഒരു വിഷമവുമില്ല, സന്തോഷകരമായ ജീവിതം നയിക്കണോ, ഗൾഫുകാരൻ്റെ ഭാര്യ, ഗൾഫുകാരൻ്റെ ഉമ്മ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വളരെയധികം സന്തോഷത്തിലാണ്. അവർ നമ്മൾ പോലും വിചാരിക്കാത്ത കുറേ കാര്യങ്ങൾ അങ്ങോട്ട് ചിത്രീകരിച്ച് നമ്മൾ അങ്ങനെയാണ് അവരവിടെ മുദ്ര കുത്തുകയാണ്. ശരിക്കും നമ്മൾ അനുഭവിക്കണ വേദന എന്താണെന്നുള്ളത് നമുക്ക് റബ്ബിനും അറിയാം. പക്ഷേ അതിൽ സന്തോഷിക്കുക അല്ലെങ്കിൽ നമ്മളെ കുറ്റം മാത്രം പറയണവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. കാരണം എന്നാലല്ലേ നിങ്ങൾ ചെയ്യുന്ന ഇബാദത്ത് ഞങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടിരട്ടി കൂലിയാണല്ലോ. അങ്ങനെ നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കൂലേ. ഒരുപാട് അനുഭവങ്ങളിലൂടെ ആയിരിക്കും കൂടുതൽ നമ്മൾ ഈ ഒറ്റപ്പെട്ട ആൾക്കാർ പെടുക എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് നാട്ടിലില്ലായ്ക, അങ്ങനെ വരുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷേ പുറമുള്ളവരുടെ വിചാരം നമുക്ക് പൈസ വരുന്നു നമ്മൾ സൂഹിക്കണോ എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണോ? ഞാൻ മാത്രമല്ലല്ലോ, ഇത് കാണുന്ന ഒരുപാട് ആൾക്കാർ ഗൾഫുകാരൻ്റെ ഭാര്യയായിരിക്കും, അല്ലെങ്കിൽ ഗൾഫുകാരുള്ള വീട്ടിലെ അംഗങ്ങളായിരിക്കാം. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? അങ്ങനെയാണോ നമ്മുടെ ജീവിതം? അല്ലല്ലോ, ഒരിക്കലും അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഒരുപാട് കഷ്ടതകളും വിഷമങ്ങളും നിറഞ്ഞ ജീവിതം ആണ് എനിക്കുള്ളത് കേട്ടോ. പക്ഷേ ഞാൻ ജീവിച്ച രീതി തന്നെ, ഞാൻ ജനിച്ച മുതൽ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ തന്നെ നമ്മൾ ഒരുപാട് വിഷമങ്ങളിലൂടെ, ഒരുപാട് ഇല്ലായ്മകളൂടെ പട്ടിണിയൊക്കെ കിടന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇടങ്ങാറായിട്ട് മറ്റുള്ളവർ തന്നിട്ടും, മറ്റുള്ളവർ ഉടുക്കാനുള്ള ഡ്രസ്സ് തന്നിട്ടും, മറ്റുള്ളവരെന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബക്കാർ തന്നെ, അല്ലെങ്കിൽ മേമാർ, അല്ലെങ്കിൽ മൂത്താപ്പാടെ മക്കൾ, അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ ജീവിച്ചിട്ടുള്ളത്. അല്ലാതെ ഞങ്ങൾക്ക് ഒരുപാട് പണവും പദവിയൊന്നുമുള്ള വീട്ടിലല്ല, അങ്ങനെ പാവപ്പെട്ടൊരു കുടുംബത്തിൽ തന്നെയാണ് ഞാൻ ജനിച്ചു വളർന്നിട്ടുള്ളത്. അപ്പം എനിക്ക് എന്ത് സാഹചര്യം വന്നാലും അത് തരണം ചെയ്ത് ജീവിക്കാൻ എന്നെ കൊണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്തേക്കണേ. ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ കാരണം കൂടാതെ നമ്മൾ ആരെയും വേദനിപ്പിക്കാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ നിൽക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അതിൻ്റെ ആവശ്യമില്ലല്ലോ, അവരുടെ പാടായിട്ട് ജീവിച്ചോട്ടെ എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കേണ്ടത് കേട്ടോ. മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻ്റൊക്കെ ഒന്ന് ഇടുകയാണ് ചെയ്യണേ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.